നാടിൻ്റെയും സമൂഹത്തിൻ്റെയൊക്കെ വളർച്ചയ്ക്ക് ആ നാട്ടിലെയും സമൂഹത്തിലെയും സ്ത്രീകളുടെ ശാക്തീകരണവും വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു സ്വയം തൊഴിൽ കണ്ടെത്തി അല്ലെങ്കിൽ ഒരു ബിസിനസ് സംരംഭത്തിലൂടെ തങ്ങളുടെ കഴിവുകളെ വളർത്തുന്ന സമൂഹത്തിനും കുടുംബങ്ങൾക്കുമൊക്കെ പ്രചോദനമായി മാറുന്ന വനിതകളെ നമ്മൾ പരിചയപ്പെടുകയാണ്. നമുക്കൊരു ആൻറ്റിയെ പരിചയപ്പെടാം. ആൻറ്റിയുടെ പേര് എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ കുറുമനാടത്തു നിന്ന് വരുന്നു. എൻ്റെ പേര് തങ്കമ്മ ജോസഫ്. എൻ്റെ പേര് എൽസമ്മ. ഞങ്ങൾ കുറുമിനടുത്തുനിന്ന് വരുന്നു. അപ്പോൾ കൂട്ടുകാരികളായിട്ടുള്ള സംരംഭകരാണ്. ആൻറ്റി എന്താണ് ചെയ്യുന്നത്? ഇപ്പോൾ നമുക്ക് കാണാം ഇവിടെ മനോഹരമായ ഫ്ലവർ വേസുകളാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഈ ഒരു ബിസിനസ്സിനെ കുറിച്ചുള്ള ഐഡിയ ഒക്കെ നമുക്ക് ചോദിക്കാം. എന്താണ് ചെയ്യുന്നത്? ഞാൻ ഒരു 20 വർഷമായിട്ട് തയ്യൽ യൂണിറ്റാണ് തുടങ്ങിയത്. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി പല വെട്ടുതുണികളൊക്കെ വീഴുമ്പോൾ നമുക്ക് ഇതിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമല്ലോ എന്നൊരു ഇതിലേക്ക് ഞാൻ തിരിഞ്ഞു. അപ്പം ഫ്ലവർ മേക്കിങ്, തയ്യൽ, പിന്നെ പോട്ടറി പെയിൻറ്റിങ്, പിന്നെ ഫ്ലവർ മേക്കിങ്, ഇങ്ങനെയുള്ള എല്ലാ സംഭവവും ഞാൻ ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ അതിൽ നിന്ന് ഒത്തിരി നമുക്ക് പ്രചോദനം, എന്ന് വെച്ചാൽ ഒരു സമൂഹവുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. അവിടെ ചെന്നാലും എല്ലാവരും അറിയും ചാസിൻ്റെ ഇതിൽ ഞാൻ പഠിപ്പിക്കാൻ പോകുന്നുണ്ട്. വനിതാ ദിനത്തിൽ നിങ്ങൾ മീഡിയ വില്ലേജുകാർ എന്നെ ക്ഷണിച്ചു, ഇത് ഇവിടം കൊണ്ട് വരണമെന്ന് പറഞ്ഞു. അങ്ങനെ വരുന്നുണ്ട്. എനിക്ക് നല്ല സെയിൽ നടക്കുന്നുണ്ട്. അത് മുഖേന ഞാൻ ചാരിറ്റി ചെറിയ രീതിയിൽ കുട്ടികൾക്കൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. കൂടാതെ ഒരു ആത്മഹത്യയ്ക്ക് പ്രേരിപ്പിച്ച ഒരാൾ എന്നാന്ന് വെച്ചാൽ ആ പുള്ളിക്കാരുടെ ഹസ്ബൻഡ് മുഖേന പുള്ളിക്കൊരു വിഷമം ഉണ്ടായപ്പോൾ എൻ്റെ വീട്ടിൽ വന്ന് വെച്ച് പറഞ്ഞു ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോകുന്നു. ഞാൻ പറഞ്ഞു ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ലല്ലോ. ഞാൻ പറഞ്ഞു ഞാൻ ഇന്ന പോലൊക്കെ ചെയ്യുന്നുണ്ട്, എൻ്റെ കൂടി ഹെൽപ്പ് ചെയ്താൽ മതി. അന്നേരം എന്നോട് പറഞ്ഞു എനിക്കൊന്നും അറിയത്തില്ലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അറിയണ്ട, ഞാനും ഒന്നും അറിഞ്ഞുകൊണ്ടല്ല ഇങ്ങനെ അങ്ങ് പഠിക്കും എന്ന് പറഞ്ഞു. പുള്ളി അതിലേക്ക് കൊണ്ടുവന്നു. പുള്ളി എൻ്റെ കൂടെ ഒരു ഭാഗമാണ് ഇപ്പോഴും. എന്നും വിളിക്കും. പുള്ളി ആത്മഹത്യയെന്ന് പിന്മാറി. പിള്ളേരൊക്കെ നല്ല നല്ല ജീവിക്കുന്നു. എനിക്കത് കാണുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ ഒരു സംരംഭകം മാത്രമല്ല, ഒരാൾക്ക് ജീവിതത്തിലേക്കുള്ള വഴി തുറന്നു കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആൻറ്റി എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്? എന്ത് മെറ്റീരിയൽസ് ആണ് ഉപയോഗിക്കുന്നത്? എങ്ങനെയാണ് ഈ ഞാൻ ഫ്ലവർ ഉണ്ടാക്കുന്ന കളറുള്ളതെല്ലാം നമ്മൾ മേടിക്കുന്നതാണ്. ഇത് മറ്റേതൊക്കെ ഈ നാച്ചുറലായിട്ട് കാണുന്നതെല്ലാം നമ്മൾ പാക്ക് ഇങ്ങനെയുള്ള മെറ്റീരിയലാണിത്. അത് പുഴുങ്ങി ഞാൻ പൊളിച്ചിരുന്നിട്ട് ചീകി അതിനകത്തെ നല്ല സാധനം എടുത്താണ് ഒരു പാളയെന്ന് വെച്ചാൽ ഒരു കൈയൊക്കെ കണ്ടോ തേഞ്ഞിരിക്കും. എന്നാലും അപ്പം നമുക്കിതായി വരുമ്പോൾ ഒരു ഭയങ്കര എനർജിയാണ്. എന്നാന്ന് ചോദിച്ചാൽ അയ്യോ എന്നെക്കൊണ്ട് ഇത്രയും ചെയ്യാൻ സാധിച്ചോ. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വീട്ടിൽ ഇരുന്ന ഫാനയ്ക്ക് ആനയുടെ വലിപ്പം അറിയത്തില്ലെന്ന് പറഞ്ഞ പോലെ ഞാൻ ചെയ്തതിൻ്റെ ഭംഗി എനിക്ക് ഇവിടെ വന്നപ്പോഴാന്ന് തോന്നി. ഇതിൻ്റെ സെയിൽസ് എങ്ങനെയാണ് ആൻറ്റി? എങ്ങനെയാണ് ഇത് വിൽക്കുന്നത്? എനിക്ക് വീട്ടിൽ തന്നെ ഞാൻ പിള്ളേരെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഒരു കട പോലെ വീടിൻ്റെ മേലിലിട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ കണ്ടും കേട്ടും സെയിലാകുന്നുണ്ട്. നമ്പർ കൊടുത്തിട്ടുണ്ട്. കോണ്ടാക്ട് ചെയ്യും. പഠിപ്പിക്കാനുള്ളവർ വരും. അങ്ങനെ പള്ളികളിലൊക്കെ പഠിപ്പിക്കാനോ ഒക്കെ പോകുന്നുമുണ്ട്. അപ്പോൾ ആൻറ്റിക്ക് ഒരു അഭിരുചിയുണ്ട്, അല്ലെങ്കിൽ ഇതെനിക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് തിരിച്ചറിഞ്ഞത് എങ്ങനെയാണ്? എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്ക് ചെറുപ്പം മുതൽ ഞാൻ ഈ തയ്യലിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. തയ്യക്കടയിൽ പോയി നോക്കി നിൽക്കും. നല്ല വെട്ടുതുണി വീഴുമ്പം കുഞ്ഞായിരുന്നപ്പം നല്ല വെട്ടുതുണി കൊണ്ടുവന്ന് ഞാൻ ബ്ലേഡിന് വെട്ടിയിട്ട് ഇല പൂവ് കായ കെട്ടി ഇങ്ങനെ ചുമ്മാ അന്നൊക്കെ വെക്കുന്ന അതിനുള്ള വൃത്തിയേ ഉള്ളൂ. അങ്ങനെ വെക്കുമായിരുന്നു. അപ്പോൾ വീട്ടിൽ എന്നോട് പറഞ്ഞു അങ്ങ് പഠിച്ചാൽ മതി, ഈ വക സാധനമൊന്നും പെറുക്കാൻ പോകണ്ടെന്ന് എൻ്റെ അച്ചായൻ പറയും. ഞാൻ സ്പോർട്സ് താരം കൂടിയായിരുന്നു. അന്നേരം നീ പോയി പഠിച്ച് വല്ല വഴിയും പോകാൻ നോക്കി, ഇതൊക്കെയാണോ വലിയ കാര്യമെന്ന് ചോദിക്കും. അങ്ങനെ എന്നെ വഴക്ക് പറയുമായിരുന്നു. എനിക്കതിൽ നിന്ന് അങ്ങോട്ട് പിന്മാറാൻ പിള്ളേർ പുറത്ത് പോയി കഴിഞ്ഞപ്പോഴും അമ്മ ഇതങ്ങ് നിർത്താൻ പറഞ്ഞിട്ടു. എനിക്കിത് എൻ്റെ ഒരു എന്തോ നഷ്ടപ്പെടുന്ന പോലെയാണ് എനിക്കത്. ഞാൻ പറഞ്ഞു ഞാനിത് ചെയ്യും, വീട്ടിൽ ഇരുന്നുള്ള കാര്യം ഞാനിത് ചെയ്യും. എനിക്കിതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ് മനസ്സിന്. അപ്പോൾ ഒരു സംരംഭകയാണ്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെ എല്ലാ രീതിയിലും മുൻപന്തിയിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ചെറിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന വനിതകളോട് എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് എന്നാണെന്ന് ചോദിച്ചാൽ നമുക്കെല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ കഴിവുകൾ കാണും. നമ്മളതിനെ തേച്ച് മിനുക്കിയെടുക്കണം. അല്ലാതെ ഇപ്പോൾ ഒരു മൺചട്ടി ആയാലും ഒരു അലുമിനിയം ആയാലും അത് ചെളി പിടിച്ച് കിടന്നാൽ അതിനെ കാണാൻ ഭംഗിയില്ല. നമ്മളതിനെ തേച്ച് മിനുക്കി എടുത്തു കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു ഭംഗിയല്ലേ നമ്മുടെ വീട്ടിൽ വെച്ചാൽ പോലും. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ കഴിവുകളെ പുറത്തേക്ക് എടുക്കണം. അല്ലാതെ അടുക്കളയിൽ ഒതുങ്ങിക്കൂടിയാൽ നമുക്ക്
അപ്പോൾ ഈ ഒരു പ്രായത്തെ പോലും അതിജീവിച്ച് സ്വന്തമായി സമ്പാദിച്ച് കുടുംബത്തിനും സമൂഹത്തിനുമൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ആൻറ്റിയാണ്. ആൻറ്റിയുടെ ഈ ഒരു സംരംഭത്തിന് നിങ്ങൾക്ക് രണ്ടുപേർക്കും എല്ലാവിധ വിജയാശംസകളും നേരുകയാണ്. ആൻറ്റിയുടെ കോൺടാക്ട് നമ്പർ കൂടി നമ്മൾ ഇതിൻ്റെ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതുപോലെ ഭംഗിയുള്ള വീടുകളെ മനോഹരമാക്കാനുള്ള ഡെക്കറേറ്റീവ് ഐറ്റംസ് വേണമെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അതിൻ്റെ നമ്പർ ഒന്ന് പറഞ്ഞേക്കാമോ? 9495124107. താങ്ക് യു ആൻറ്റി, താങ്ക് യു സോ മച്ച്.